എല്ലാ ബിസിനസ്സുകാർക്കും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ആസ്പെക്റ്റാണ് വാല്യൂ ഫോർ മണി. ചെലവഴിക്കുന്ന ഓരോ രൂപയ്ക്കും, അത് നിക്ഷേപിക്കുന്നതായാലും നമ്മൾ സ്പെൻഡ് ചെയ്യുന്നതാണെങ്കിലും അതിന് നമുക്ക് തിരിച്ചു കിട്ടുന്ന ഒരു മൂല്യമുണ്ട് അല്ലേ? അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ നിക്ഷേപിക്കുന്നത് അല്ലെ ചെലവഴിക്കുന്നത്. ആ മൂല്യമാണ് വാല്യൂ ഫോർ മണി എന്ന് പറയുന്നത്. BNIയിലെ വാല്യൂ ഫോർ മണീനെ കുറിച്ചാണ് ഇന്ന് ഞാനിവിടെ എജുസ്ലോട്ടിൽ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. വിലയും മൂല്യവും സാമ്പത്തിക ശാസ്ത്രത്തിൽ എപ്പോഴും നമ്മൾ തുലനം ചെയ്യുന്ന രണ്ട് സംഗതികളാണ് പ്രൈസ് ആൻഡ് വാല്യൂ. ഈ രണ്ട് ഫാക്ടേഴ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളൊരു തുലാസിലിട്ടിട്ട് നോക്കുന്നത് പോലെയാണ് പ്രൈസും വാല്യൂവും നമ്മൾ എപ്പോഴും കമ്പയർ ചെയ്യുക അല്ലേ? ഒരു ബിസിനസ്സുകാരൻ പോട്ടെ, നമ്മളൊരു സാധാരണക്കാരൻ, ഒരു കസ്റ്റമർ ആണെങ്കിൽ പോലും നമ്മൾ എന്ത് ചെയ്യും? ഒരു പ്രോഡക്റ്റ് വാങ്ങുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ സർവീസ് അവൈൽ ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും എന്താ ചെയ്യുക? അതിൻ്റെ ആ പ്രൈസിനനുസരിച്ചുള്ള ഒരു വാല്യൂ നമുക്ക് കിട്ടുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ എപ്പോഴും അസർട്ടൈൻ ചെയ്യും. എന്നിട്ടേ നമ്മൾ ആ ഡിസിഷൻ എടുക്കുകയുള്ളൂ. ശരിയല്ലേ? ബിസിനസ്സുകാരനാണെങ്കിലും നമ്മളെ ബിസിനസ്സിലേക്ക് നമ്മൾ ഒരു രൂപ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അത് പ്രൊമോട്ട് ചെയ്യുമ്പോൾ ഒക്കെ നമ്മൾ എന്താണ് ചെയ്യുക? അതിൽ നമുക്ക് എത്രത്തോളം വാല്യൂ തിരിച്ചു കിട്ടാനുണ്ട് എന്ന് നമ്മൾ എപ്പോഴും ചിന്തിക്കാറില്ലേ? അങ്ങനെയല്ലേ നമ്മൾ എന്ത് ഡിസിഷൻസും എടുക്കാറുള്ളൂ. അപ്പോൾ അതുപോലെ BNIയിലൊരു മെമ്പർഷിപ്പ് എടുക്കുമ്പോൾ ഈ വാല്യൂ പ്രൈസ് കമ്പാരിസൺ എങ്ങനെയാണെന്ന് കുറച്ച് രസകരമായിട്ട് നമുക്കൊന്ന് ചിന്തിച്ച് നോക്കാം. വാല്യൂ ഓഫ് റിലേഷൻഷിപ്സ്. നിങ്ങൾക്കറിയാം, വ്യക്തിജീവിതത്തിലാണെങ്കിലും ബിസിനസ്സിലാണെങ്കിലും ബന്ധങ്ങളുടെ ഒരു മൂല്യം എന്ന് പറയുന്നത് നമുക്ക് പലപ്പോഴും വിലമതിക്കാനാവാത്തതാണ്. അത്ര ഒരു വാല്യൂ ഉള്ള സംഗതിയാണ് റിലേഷൻഷിപ്സ്. നമ്മുടെ പേഴ്സണൽ ലൈഫിലാണെങ്കിലും നമുക്ക് ചുറ്റുവട്ടത്ത് കുറച്ച് റിലേഷൻസ് വേണം, ഇല്ലെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. ബിസിനസ്സിൽ അത് പറയേ വേണ്ട. വിത്തൗട്ട് റിലേഷൻഷിപ്സ് യു കൻ നോട്ട് ഈവൻ മൂവ് ആൻ ഇഞ്ച് അല്ലേ? ഒരു ഇഞ്ച് പോലും നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. അത് കസ്റ്റമേഴ്സ് ആയിട്ടുള്ള റിലേഷൻഷിപ്സ് ആവട്ടെ, അല്ലെങ്കിൽ നമ്മളെ സപ്ലയേഴ്സ് ആയിട്ടുള്ള റിലേഷൻഷിപ്സ് ആവട്ടെ, അല്ലെങ്കിൽ ഈവൻ നമ്മളെ കോമ്പറ്റീറ്റേഴ്സ് ആയിട്ടുള്ള റിലേഷൻഷിപ്സ് ആവട്ടെ, എന്താണെങ്കിലും, അല്ലെങ്കിൽ നമ്മളൊരു സിമിലർ കാറ്റഗറിയിലുള്ള ഏതെങ്കിലും ഒരു ബിസിനസ്സുകാരായിട്ടുള്ള റിലേഷൻഷിപ്പ് ആവട്ടെ, റിലേഷൻഷിപ്പ് നമ്മൾ ബിൽഡ് ചെയ്യണം. എന്നാലേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ, ഇല്ലെങ്കിൽ നമ്മൾ സ്ട്രഗിൾ ചെയ്യും. അപ്പോൾ എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളൊരു സംഗതി, കോഴിക്കോട്ട് ഒരു നല്ല ബിസിനസ്സുകാരനായിട്ട് നിങ്ങൾക്ക് നല്ലൊരു ബന്ധം ഉണ്ടാക്കാൻ സാധിച്ചു എന്ന് വിചാരിക്കുക. ആ ബന്ധത്തിൽ നിന്ന് നമുക്ക് ബിസിനസ്സിൽ കിട്ടുന്ന ഒരു വാല്യൂ എന്തായിരിക്കും? അതൊരു നല്ല ബിസിനസ് പേഴ്സണായിട്ട് നിങ്ങൾക്ക് നല്ലൊരു ബന്ധം ഉണ്ടാക്കാൻ പറ്റി. അപ്പോൾ ആ ഒരു ബിസിനസ്സുകാരനായിട്ടുള്ള ബന്ധം നമ്മളെ ബിസിനസ്സിൽ തരുന്ന ഒരു വാല്യൂ ഇൻ ടേംസ് ഓഫ് റുപ്പീസ്, വെറുതെ ഒരു ഗസ് സീമാജി, അത് പലർക്കും പല പോലെ ആയിരിക്കും. 10,000 പറയുന്നവരുണ്ടാവാം, ലക്ഷക്കണക്കിന് പറയുന്നവരുണ്ടാവാം, കോടികൾ പറയുന്നവരുണ്ടാവാം അല്ലേ? ഒരു ബിസിനസ്സുകാരനായിട്ടുള്ള കാര്യമാണ് പറയുന്നത്. ഇനി നമ്മൾ ചോദിക്കുന്നത്, ഈ ഒരു വാല്യൂ നമുക്ക് കിട്ടണമെങ്കിൽ നമ്മളൊരു പ്രൈസ് ചിലവഴിക്കണമല്ലോ. കോഴിക്കോട്ടെ ഒരു ബിസിനസ്സുകാരനായിട്ട് അങ്ങനെ ഒരു ബന്ധം ഉണ്ടാക്കാനുള്ള പ്രൈസ് ഇൻ BNI എത്രയാ അറിയോ? എനി ഗസ്? ഇറ്റ്സ് ജസ്റ്റ് 150 റുപ്പീസ്. ക്യാൻ യു ബിലീവ് ദാറ്റ്? വെറും 150 രൂപ ചിലവഴിച്ചാൽ മതി നിങ്ങൾക്ക് ഒരു കോഴിക്കോട്ട് ഒരു നല്ല ബിസിനസ്സുകാരനായിട്ടുള്ള ഒരു ബന്ധം നിങ്ങൾക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റും. ആൻഡ് ഇത് ഞാനൊന്നൊരു സംസ്ഥാന തലത്തിലേക്ക് കൊണ്ടുപോവാണ്. കേരളത്തിൽ ഒരു നല്ല ബിസിനസ്സുകാരനായിട്ട് ബന്ധം സ്ഥാപിക്കുമ്പോൾ നിങ്ങൾക്ക് ചെലവഴിക്കേണ്ടി വരുന്ന പ്രൈസ്, എനി ഗസ് ഇൻ BNI? ഇറ്റ്സ് ജസ്റ്റ് 15 റുപ്പീസ്. കേരളത്തിലെ ഏതൊരു BNIക്കാരനായിട്ട് ബിസിനസ്സുകാരനായിട്ട് നിങ്ങൾക്ക് ബന്ധം സ്ഥാപിക്കാൻ നിങ്ങൾ വെറും 15 രൂപ ചെലവഴിച്ചാൽ മതി. ആൻഡ് അതുപോലെ ദേശീയ തലത്തിൽ ഇന്ത്യയിലെ ഏതൊരു ബിസിനസ്സുകാരനായിട്ടും ഒരു ബന്ധം സ്ഥാപിക്കാൻ നിങ്ങൾക്ക് ചെലവഴിക്കേണ്ടി വരുന്ന ശരാശരി തുക എന്ന് പറയുന്നത് ഇറ്റ്സ് ജസ്റ്റ് 1.5 റുപ്പീസ് ഗൈസ്. 1.5 രൂപ മാത്രം. ഇത് ഈ ചെങ്ങായി എന്തൊക്കെയാ രാവിലെ വന്ന് പറയുന്നത്? 1.5 രൂപയ്ക്ക് ഒരു ബിസിനസ്സുകാരനായിട്ട് റിലേഷൻ, ഇതൊക്കെ ഇവൻ എവിടുന്ന് വന്ന് പറയുന്നതാണെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും. ഞാൻ ഒരു മാത്തമാറ്റിക്സുകാരനാണ്, മാത്തമാറ്റിക്സ് ഇല്ലാതെ നമുക്കൊന്നും പറയാൻ പറ്റില്ല. ആൻഡ് മാത്തമാറ്റിക്സ് കളവ് പറയില്ല. ദീസ് ആർ ദ ഫിഗേഴ്സ്. കോഴിക്കോട് 700-ലധികം മെമ്പേഴ്സ് ഉണ്ട്, കേരളത്തിൽ 7,000-അധികം മെമ്പേഴ്സ് ഉണ്ട്, ആൻഡ് ഇന്ത്യയിൽ 70,000-ഓളം മെമ്പേഴ്സ് ഉണ്ട്. BNIയിൽ നിങ്ങൾക്ക് ഒരു വർഷത്തെ മെമ്പർ ആവുമ്പോൾ നിങ്ങൾക്ക് ചെലവഴിക്കേണ്ടി വരുന്ന തുക എന്ന് പറയുന്നത് റഫ്ലി ഞാൻ പറയാം, ഏകദേശം ഒരു 52,000 രൂപയോളം മെമ്പർഷിപ്പ് ഫീ ഉണ്ട്. അത് കൂടാതെ മീറ്റിംഗ് ഫീ ഒക്കെ കൂടിയായിട്ട് ഏകദേശം 1,00,000 ചില്ലാൻ രൂപ വരും. 1,10,000 അടുത്ത് വരും. അത് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ഫിഗേഴ്സാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. സോ വിസിറ്റേഴ്സ്, ജസ്റ്റ് കൺസിഡർ ഹാപ്പി നെറ്റ്വർക്കിംഗ് അറ്റ് BNI. താങ്ക് യു.